തികച്ചും നിരീശ്വരവാദികളും ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരുമുള്ള ഒരു ഭരണകൂടമാണ് കേരളത്തിൽ നിന്ന് നിലവിലുള്ളത്. ആ ഭരണകൂടത്തിലെ ദേവസ്വം കൈയാളുന്ന മന്ത്രി ശ്രീ വാസവൻ, അദ്ദേഹമാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ പരിപാവനമായ പമ്പാ നദിയുടെ തീരത്ത് ശബരിമല കവാടത്തിൽ പമ്പാ ഗണപതി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഒരു 3000 പേരോളം പങ്കെടുക്കുമെന്ന് പറയപ്പെടുന്ന ഒരു സംഗമം ഈ വരുന്ന സെപ്റ്റംബർ 20-ാം തീയതി സംഘടിപ്പിക്കുന്നുവെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. മാത്രമല്ല, അതിനുവേണ്ടി ഒരു ആലോചന യോഗം കൂടുകയും ഒരു സ്വാഗത സംഘം രൂപീകരണവും നടന്നിരിക്കുന്നു. ഇവിടെ ആ പമ്പയുടെ കരയെന്ന് പറയുന്നത് ശബരിമലയിലേക്കുള്ള കവാടമാണ്. മാത്രമല്ല, വർഷാവർഷം ഉത്സവം കഴിഞ്ഞിട്ട് ഭഗവാനെ ആറാടിക്കുന്ന കടവ് കൂടിയാണ് ആ പമ്പ നദിയുടെ അവിടുത്തെ കടവ്. ആ ഭാഗത്താണ് ഇവിടെ ഇങ്ങനൊരു സംഗമം സംഘടിപ്പിക്കാൻ പോകുന്നത്. നമുക്കറിയാം, കാലങ്ങളായി ഏകദേശം ഈ യുവതീ പ്രവേശന വിഷയം മുതൽ ഇങ്ങോട്ട് ശബരിമല ക്ഷേത്രത്തെ ഏതെല്ലാം രീതിയിൽ തകർക്കാമെന്നും അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ എന്തെല്ലാം രീതിയിൽ വിഷമങ്ങൾ ഉണ്ടാക്കാമെന്നും ആചാരാനുഷ്ഠാനങ്ങളെ ഏതെല്ലാം രീതിയിൽ തകിടം മറിക്കാമെന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് നിലവിലുള്ളത്. അങ്ങനെ ഒരു സർക്കാരിൻ്റെ ഒരു മന്ത്രി, മാത്രമല്ല ആ മന്ത്രിക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിൽ യാതൊരുവിധ അധികാരവും അവകാശവും ഇല്ല. സ്വയംഭരണാവകാശമുള്ള ഒരു പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അപ്പോൾ ഈ മന്ത്രി എന്ന് പറയുന്നത് തന്നെ വെറും ഒരു ആലങ്കാരിക പദവി മാത്രമാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ സർക്കാർ എല്ലാ സ്ഥാപനങ്ങളെയും അവരുടെ കയ്യിൽ പിടിച്ചൊതുക്കുന്നതിൻ്റെ ഭാഗമായി ദേവസ്വം ബോർഡിനെയും അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ പിണിയാളുകളെ അവിടെ പ്രതിഷ്ഠിച്ച് അവരിലൂടെ ദേവസ്വം ബോർഡിൻ്റെ ഭരണം സർക്കാർ നേരിട്ട് നടത്തുന്നൊരവസ്ഥയാണ് നിർഭാഗ്യവശാൽ ഇപ്പോൾ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ശ്രീ വാസവൻ ഇങ്ങനൊരു സമ്മേളനം വിളിച്ചത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു രീതിയാണ്. പ്രത്യേകിച്ച് ഒരു മതേതര സർക്കാരിന് അതിനുള്ള അവകാശമില്ല. ഒരു മതത്തെ മാത്രം, ഒരു മതത്തിൻ്റെ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ഒരു ഭക്തരെ മാത്രം വിളിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു അവകാശം ഒരു മന്ത്രിക്കില്ല. ദേവസ്വം ബോർഡാണ് വിളിച്ചെങ്കിൽ പിന്നെ മനസ്സിലാക്കാം. ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോൾ ഒരു പ്ലാറ്റിനം ജൂബിലി എന്നെല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ വിളിച്ചിരിക്കുന്നത് മന്ത്രിയാണ്. ആ ആലോചനായോഗം കൂടിയപ്പോഴും അവിടെ സ്വാഗത സംഘം രൂപീകരിച്ചപ്പോഴും അതിൻ്റെ പ്രധാന അധ്യക്ഷ ഭാഗം വഹിച്ചത് ഈ മന്ത്രി വാസവനാണ്. അപ്പം മാത്രമല്ല, ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയ്യപ്പ ഭക്ത സംഗമം എന്ന് പുറത്ത് പറയുന്നുണ്ടെങ്കിലും അവരൊരു സ്ഥലത്തും അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറയുന്നില്ല, ആഗോള അയ്യപ്പ സംഗമം എന്നാണ് അവരെല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത്. കാര്യം ഭക്ത സംഗമം എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ ഭക്തിയുള്ള ആരുണ്ട്? ഈ മന്ത്രി വാസവന് ഭക്തിയുണ്ടോ? ഇദ്ദേഹം കഴിഞ്ഞ ശബരിമലയിലെ ഏറ്റവും പരിപാവനമായ ആ മകരവിളക്ക് സമയത്ത് എങ്ങനെയാണ് ആ സോപാനത്തിൽ ഭഗവാന്റെ നടയിൽ നട തോന്നപ്പോൾ നിന്നു എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ എല്ലാ ആൾക്കാരും കണ്ടതാണ്. ഭക്തി പോയിട്ട് അയ്യപ്പ വിശ്വാസം തൊട്ടുതെറിച്ചിട്ടില്ലാത്തൊരു മന്ത്രിയാണ് നിർഭാഗ്യവശാൽ നമുക്കിന്ന് ദേവസ്വം മന്ത്രിയായിട്ട് നിലവിലുള്ളത്. അതേസമയത്ത് അദ്ദേഹത്തോട് അടുത്ത് നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് അവിടുത്തെ ദേവസ്വം മന്ത്രി വളരെ ഭക്തിപൂർവ്വം കൈകൂപ്പുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനൊരു മന്ത്രിയാണ് ഇവിടെ ഈ സംഗമം വിളിച്ചിരിക്കുന്നത്. ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഭക്തിയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ആരോടാണ് അദ്ദേഹത്തിന് ഭക്തി, ആരോടാണ് അദ്ദേഹത്തിന് അടുപ്പം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടുത്തെ എല്ലാ അയ്യപ്പ വിശ്വാസികൾക്കും അറിയാം. അപ്പം മറ്റൊരു വലിയ ഭക്തനെയാണ് അതിൻ്റെ മുഖ്യാതിഥിയായിട്ട് ക്ഷണിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ MK സ്റ്റാലിനെ. അദ്ദേഹത്തിൻ്റെ ഭക്തി നമുക്കെല്ലാം അറിയാമെന്നുള്ളതാണ്. സനാതന ധർമ്മത്തെ നശിപ്പിക്കണമെന്ന് പ്രഖ്യാപിച്ചൊരു ഭരണകൂടമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ളത്. അപ്പോൾ പക്ഷേ അദ്ദേഹം വരുന്നില്ല എന്നാണ് ഇപ്പോൾ അറിഞ്ഞത്. അതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളുടെയും മറ്റ് സംഘടനകളുടെയും അയ്യപ്പ വിശ്വാസികളുടെ എതിർപ്പിൻ്റെ ഭാഗമായിരിക്കാം, അറിയില്ല. പക്ഷേ അദ്ദേഹം വരുന്നില്ല എന്നാണ് ഇന്നറിഞ്ഞത്. ഞങ്ങൾ ഈ പത്രസമ്മേളനം നിശ്ചയിച്ചപ്പോൾ അദ്ദേഹം വരുന്നു എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നിശ്ചയിച്ചത്. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ അറിഞ്ഞത് വരുന്നില്ല എന്ന്. പക്ഷേ വരുന്നില്ലെങ്കിൽ പകരം മറ്റാരെങ്കിലും വരുമായിരിക്കും. ചിലപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ മകനെ അയക്കുമെന്നറിയില്ല. അപ്പോൾ ആരായാലും അങ്ങനെ ഒരാളിനെ വിളിച്ചത് ആ സ്റ്റാലിനെ ക്ഷണിക്കാൻ വേണ്ടി ഇവിടുന്ന് ശ്രീ വാസവൻ ചെന്നൈ പോയി അതിൻ്റെ ഫോട്ടോയും വീഡിയോകളും ഒക്കെ പരിസരത്ത് കണ്ടു. അപ്പം ക്ഷണിച്ചു എന്നുള്ള കാര്യവും വരാൻ സമ്മതിച്ചു എന്നുള്ള കാര്യവും സത്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവർ അനൗൺസ് ചെയ്തത്. പിന്നെന്ത് മാറ്റം വന്നു എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇങ്ങനൊരു സംഗമം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭക്ത സംഗമമല്ല. അത് അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതല്ല. അത് ഒരു ഗൂഢ ഉദ്ദേശമാണ്. കാര്യം നമുക്കറിയാം, ഈ പിണറായി സർക്കാർ എന്തൊക്കെയാണ് ശബരിമലയിൽ ചെയ്തു വെച്ചെന്നുള്ളത്. ഈ യുവതി പ്രവേശന വിഷയം വന്നപ്പോൾ ഇവിടുന്ന് ഒരു രഹന ഫാത്തിമ എന്നൊരു സ്ത്രീയെ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ഹെൽമറ്റും ധരിപ്പിച്ച് ആ കരിമല കയറ്റി മോളിൽ കൊണ്ടുപോയി 18-ാം പടി ചവിട്ടിക്കാൻ ശ്രമിച്ചതാണ്. അന്ന് ആ തന്ത്രി
കണ്ഠരര് രാജീവ് ശക്തമായ തീരുമാനമെടുത്തു. നടയടച്ചുകൊണ്ട് മാത്രം അവർക്ക് 18-ാം പടി ചവിട്ടാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിന് പകരമായിട്ട് വേറൊരു രാത്രിയുടെ മറവിൽ വേഷം മാറ്റി 2 സ്ത്രീകളെ, ബിന്ദു അമ്മണി, കനകദുർഗ എന്ന് പറയുന്ന 2 സ്ത്രീകളെ രാത്രി ആരും അറിയാതെ ശബരിമലയിൽ എത്തിച്ച് ആ സോപാനത്തിന് മുമ്പ് കൊണ്ടുപോയിട്ട് അവർ ആ ആചാര ലംഘനം നടത്തി. അപ്പോൾ എല്ലാം കൊണ്ടും ശ്രീ പിണറായി സർക്കാരും കൂട്ടരും വിചാരിച്ച് എല്ലാം വിജയിച്ചു എന്നുള്ളതാണ്. പക്ഷെ അവിടെയാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തർ എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ തുടങ്ങിയത്. കാരണം ഈ ഹൈന്ദവർ ഒന്നാവണമെങ്കിൽ ഒരു ഭക്തി അല്ലെങ്കിൽ ആധ്യാത്മികതയുടെയാണെന്ന് തിരിച്ചറിഞ്ഞു തന്നാണ്. അവിടെ തൊട്ടാണ് ഇതിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം, ശബരിമല ക്ഷേത്രത്തെ തകർക്കാനുള്ള ഓരോ ഗൂഢപദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ ഓരോരോ ഘട്ടങ്ങളാണ്. ഇപ്പം അതിൻ്റെ ഒരു പുതിയ ഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ എന്താണ് അതിൻ്റെ അജണ്ട ഇതുവരെ അവർ വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ അയ്യപ്പ ഭക്തരെന്ന പേരിൽ ഒരുപാട് ആൾക്കാരെ പല സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നിട്ട് അവർക്കവിടെ ദർശനം കൊടുക്കാനുള്ള ആസൂത്രണമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. കാര്യം സെപ്റ്റംബർ 20 എന്ന് പറയുമ്പോൾ നട തുറന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെ ആര് വരാം? ചിലപ്പോൾ ഈ പറഞ്ഞ ബിന്ദു അമ്മണിയും കനകദുർഗയും രഹന ഫാത്തിമയൊക്കെ വന്നുകൂടായില്ല. ഇങ്ങനൊരു ഭക്തസംഗമം നടത്തുന്നു പറഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ പോസ്റ്റ് ഇട്ടത് ഈ ബിന്ദു അമ്മണിയാണ്, ഞാൻ പങ്കെടുക്കുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ വലിച്ചു വരുത്തി വീണ്ടും ശബരിമലയിലൊരു അശാന്തി സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ സംഗമം എന്നാണ് ഞങ്ങളെപ്പോലുള്ള ഹൈന്ദവ വിശ്വാസികളും ഹൈന്ദവ സംഘടനാ നേതാക്കളും ബാക്കിയുള്ള സാധാരണ അയ്യപ്പ വിശ്വാസികളും ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിലപാടുണ്ടാവണം. മാത്രമല്ല ഈ യുവതി പ്രവേശന സമയത്ത് ഈ അയ്യപ്പ വിശ്വാസികൾ അവർ ഈ നാമജപ ഘോഷയാത്ര നടത്തിയവരെ എല്ലാം വളരെ രീതിയിൽ പോലീസിനെ കൊണ്ട് ക്രൂരമായി മർദ്ദിപ്പിക്കുകയും അവരുടെ വാഹനങ്ങൾ തല്ലിച്ച് ഉടക്കുകയും അവർക്കെതിരെ എല്ലാം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസുകളൊന്നും ഇതുവരെ പിൻവലിച്ചിട്ടില്ല. പിൻവലിക്കുമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ കേസുകളെല്ലാം നിലവിലുണ്ട്. അതുപോലെ തന്നെ അന്ന് യുവതി പ്രവേശന വിഷയത്തിൽ ദേവസ്വം ബോർഡ് അന്ന് ശ്രീ പത്മകുമാർ അഫിഡവിറ്റ് മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും പിറ്റേ ദിവസം അദ്ദേഹം വാക്ക് മാറ്റി പറഞ്ഞു. ഇപ്പോഴും ആ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് മാറ്റിയിട്ടില്ല. ഇപ്പോഴും യുവതി പ്രവേശനത്തിന് അനുകൂലമായ ഒരു അഫിഡവിറ്റാണ് കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റാതെ അയ്യപ്പ വിശ്വാസികളെ അവരുടെ മനസ്സെന്താണെന്ന് അറിയാതെ അവർക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കാതെ ഇങ്ങനൊരു സംഗമം നടത്തുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു അയ്യപ്പ വിശ്വാസികൾക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു ഹൈന്ദവ സംഘടനകൾക്കും അതുമായിട്ട് കൂട്ടുചേരാനും കഴിയില്ല. നമസ്കാരം. നമ്മൾ ശബരിമലയുടെ വിഷയം നോക്കുമ്പോൾ കാലാകാലങ്ങളായിട്ട് ഏതാണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ 1950 മുതൽ ശബരിമല ക്ഷേത്രത്തെ തകർക്കാനും ശബരിമല വിശ്വാസത്തെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഈ എന്തുകൊണ്ട് 1950 എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. അതിനു മുമ്പ് ഇത് ഈ ശബരിമല ക്ഷേത്രവും പരിസരങ്ങളും അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളും പൂർണ്ണമായിട്ട് അന്നത്തെ രാജാവിനാൽ ഭരിക്കപ്പെട്ടതും അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെട്ടതുമായിരുന്നു. വളരെ കൃത്യമായ രീതിയിൽ സംരക്ഷണം ഒരുക്കി. മാത്രമല്ല ആ ഒരു ക്ഷേത്രം ഈ ക്ഷേത്രം മാത്രമല്ല, തിരുവിതാംകൂർ ഭാഗത്തെയുള്ള എല്ലാ ക്ഷേത്രവും, തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ 1949 മെയ് മാസം 28-ാം തീയതി അന്നത്തെ മഹാരാജാവും അതുപോലെ തന്നെ EP മേനോൻ എന്നുള്ള കേന്ദ്ര സെക്രട്ടറിയും ആഭ്യന്തര സെക്രട്ടറിയും കൂടെ സൈൻ ചെയ്ത ഒപ്പുവെച്ച കവനൻ്റ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്ന് അദ്ദേഹത്തിന് വളരെ നേരത്തെ മുൻകൂട്ടി തന്നെ തീരുമാനിച്ചനുസരിച്ച് അദ്ദേഹം മറ്റ് പലതും മറ്റ് ആനുകൂല്യങ്ങൾ പോലും വേണ്ടാന്ന് വെച്ചിട്ടും ഈ ഒരു കാര്യത്തിലാണ് കൂടുതൽ സ്പഷ്ടമായിട്ട് ആവശ്യപ്പെട്ട കാര്യം. അത് അന്ന് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. നമുക്കറിയാം അങ്ങനെയാണ് ദേവസ്വം ബോർഡ് തന്നെ സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷേ അങ്ങനെ ഈ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രങ്ങളെ പരിപാലിക്കുകയും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങൾ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുകയും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്യേണ്ടത് ദേവസ്വം ബോർഡ് ഈ 1950 നമുക്കറിയാം ഭരണഘടന വന്നതിന് ശേഷം ഉണ്ടായ HRSC ആക്ട് പ്രകാരം ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. അതിൻ്റെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ഞാൻ പറയേണ്ട ആവശ്യം നമുക്കൊക്കെ അറിയാം. അത്തരത്തിലൊരു രാഷ്ട്രീയ അപ്പോയിൻമെൻ്റായിട്ട് മാറിയതിന് ശേഷമാണ് ഈ 1950 മുതൽ നമ്മൾ ഈ കാണുന്ന പല പ്രശ്നങ്ങളും. അതുകൊണ്ട് കൃത്യമായിട്ടും നമുക്കൊക്കെ അറിയാം, വിവരിക്കേണ്ട ആവശ്യമില്ല എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത്. അത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു വശത്ത്. രണ്ടാമതൊക്കെ അറിയാം, സനാതനധർമ്മത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമങ്ങൾ കുറേ അധികം നാളുകളായിട്ട് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് വളരെ ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ശബരിമല മുമ്പ് ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 2018 പോലും നമുക്കറിയാം ശബരിമല വിഷയം ഒരു പ്രത്യേക വിഷയമായിട്ടും അതിനെ കണ്ടുകൊണ്ട് ലോകമെമ്പാടുമുള്ള ഭക്തന്മാർ അതിനുവേണ്ടി പല കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ ഇന്ന് കുറച്ചുകൂടെ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ 2015 ശേഷം ഇതുവരെയുള്ള കാലഘട്ടത്തിൽ സനാതനധർമ്മത്തിനെതിരെയും വാളോങ്ങുന്നവർ ധാരാളം വന്നു.
അവർ പുറമേ വർത്തമാനം പറയുക മാത്രമല്ല അവരുടെ പ്രവൃത്തികളും പോലും അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെയൊക്കെ നമ്മൾ കണ്ടു, എന്ത് ഗൂഢാലോചന എന്ന് പറയുന്നു. അത്തരത്തിൽ ഭാരത സംസ്കാരത്തെ തകർക്കാനും ഭാരതത്തെ തന്നെ ഇല്ലാതാക്കാനും സനാതനത്തെ ഇല്ലാതാക്കാനുമുള്ള ആസുരീയ ശക്തികൾ വളർന്നു വലുതാകുകയാണ്. അപ്പോൾ അതിന് ഒറ്റക്കെട്ടായിട്ട് മുമ്പ് അയ്യപ്പ ഭക്തർ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇന്ന് ഈ വിഷയത്തിൽ പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം അയ്യപ്പ ഭക്തന്മാർ ഒറ്റയ്ക്കല്ല. ഇത് ശബരിമല വിശ്വാസികൾ മാത്രമല്ല, സനാതനധർമ്മ വിശ്വാസികൾ മൊത്തത്തിൽ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് ഈ ഗൂഢപദ്ധതി അല്ലെങ്കിൽ ഇനിയും അങ്ങോട്ടുള്ള ഏത് ഗൂഢപദ്ധതിയും ഒരു കാരണവശാലും നമ്മുടെ നാട്ടിലല്ല ഭാരതത്തിൽ നടക്കാൻ ഭാരതീയരായിട്ടുള്ള സനാതനധർമ്മ വിശ്വാസികൾ അല്ലെ നല്ല മനസ്സുള്ള എല്ലാ ഈശ്വര വിശ്വാസികളും, അത് മതം ഏതുമായിക്കോട്ടെ, എല്ലാ വിശ്വാസികളും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ശബരിമല നമ്മൾ സുപ്രീം കോടതിയിൽ തന്നെ വാദിച്ച വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളെല്ലാ വിശ്വാസികൾക്കും വേണ്ടിയാണ് വാദിച്ചത്. കാരണം ഏത് വിശ്വാസിയായാലും അതേത് മതവുമായിക്കോട്ടെ, അത് തകർന്നാൽ സംസ്കാരമാണ് ഇല്ലാതാകുന്നത്. ഈ നാട്ടിൽ അനാസ്ഥ ഉണ്ടാകും. എന്തായിരിക്കും സംഭവിക്കുക? ഇന്ന് തന്നെ നമുക്ക് ഈ കേരളത്തിൻ്റെ സ്ഥിതി എന്താണ്? അതായത് ഈ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമാണെന്ന് പറഞ്ഞ് പലപ്പോഴും സനാതനത്തെ മാറ്റി നിർത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് അതിനേക്കാൾ ഭീകരാവസ്ഥയിലാണ് ഇന്ന് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഓരോ ചെയ്തികൾ. നമുക്കൊക്കെ അറിയാം, അവർ ഈ സനാതനത്തിലെ വാളങ്ങുന്നതോടൊപ്പം അനാഥമാക്കിയ ഒരു യുവത്വമാണ് നമ്മുടെ കേരളത്തിൽ കാണുന്നത്. അവിശ്വാസികളുടെ ഒരു കൂട്ടായ്മ വന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു? മദ്യപാനം വർദ്ധിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നു, കൊലപാതകങ്ങൾ. എനിക്ക് തോന്നുന്നു കേരളം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദൈനംദിനം കൊലപാതകങ്ങളും ഇതുപോലെ അക്രമപ്രവർത്തനം നടത്തുന്ന ഒരു സംസ്ഥാനം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സർക്കാർ നിലനിൽക്കുന്നിടത്തോളം കാലം കേരളത്തിൽ സമാധാനം ഉണ്ടാവില്ല, സനാതന വിശ്വാസ സമാധാനം ഉണ്ടാവില്ല തരത്തിലേക്ക് പോകുന്ന ഒരു അവസരത്തിലാണ് അവർ പുതുതായിട്ട്, അതായത് കഴിഞ്ഞ വർഷം ഒക്കെ വളരെ 2019 ശേഷം സമാധാനപരമായിട്ട് കാര്യങ്ങൾ നീങ്ങുമായിരുന്നു ശബരിമലയിൽ. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷമൊക്കെ നമ്മളെല്ലാവരും സഹകരിച്ച് അവിടെ ഒരു കാരണവശാലും ഒരു പ്രശ്നം ശബരിമലയിൽ ഉണ്ടാകാൻ പാടില്ല, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ശബരിമലയ്ക്ക് പുറത്തു വേണം, പമ്പയിൽ പോലും ആയിരിക്കാൻ പാടില്ല എന്ന് നമ്മളൊക്കെ തീരുമാനിച്ച് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ്. ഈ 2018-19 പ്രക്ഷോഭത്തിന് ശേഷം നമ്മൾ ഒരിക്കലും അത്തരത്തിലൊരു നടപടി, പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്, ധാരാളം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ കഴിഞ്ഞ ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു മാളികപ്പുറം മരിച്ചത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ്. അതായത് പമ്പയിൽ വെള്ളം കുടിക്കാനായിട്ട് കയോസ്ക്, ദേവസ്വം ബോർഡ് സ്ഥാപിച്ച കയോസ്കിൽ കൈവച്ചപ്പോൾ ഷോക്കടിച്ച് മരിച്ചു. സാധാരണഗതിയിൽ നമ്മൾ ശക്തമായ പ്രതിഷേധം അവിടെ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ശബരിമലയിലെ സമാധാനം നിലകൊള്ളണമെന്നുള്ളത് കൊണ്ട് നമ്മൾ അതിന് മറ്റു നടപടികളിലേക്ക് നടക്കുകയാണ്. ആ അമ്മയ്ക്ക് ഇതുവരെ 3 കുട്ടികളുടെ അമ്മയാണ്. ഒരു ചെറിയ കുട്ടി, മുലപ്പാൽ കുടിക്കുന്ന കുട്ടി പോലും ഉണ്ട് അമ്മയ്ക്ക്. നമ്മൾ നിരന്തരം ദേവസ്വം ബോർഡിന് ആവശ്യപ്പെടുന്നുണ്ട് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കൂ. കാരണം ആ കുടുംബം ബുദ്ധിമുട്ടിലാണ്. നമ്മളെ കുടുംബമായിട്ട് തെലങ്കാനയിൽപ്പെട്ട ഒരു വളരെ ഉൾപ്രദേശമുള്ളൊരു ആണ്. അത്തരത്തിലൊന്നും, പക്ഷേ എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഒരു പ്രക്ഷോഭം മറ്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ശബരിമലയിലെ അന്തരീക്ഷം മോശമാക്കരുന്നു. പക്ഷേ ഇത് വ്യത്യസ്തമായിട്ട് ശാന്തിയും സമാധാനത്തിനോട് ശബരിമല കഴിഞ്ഞ ഏതാനും വർഷം മുന്നോട്ട് പോകുന്നത് അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. കാരണം ഏതാണ്ട് 2018 എടുത്ത ഒരു നിലപാട് തന്നെയാണ് വീണ്ടും ഈ സർക്കാർ എടുക്കുന്നത്. അവിശ്വാസികളായിട്ടുള്ളൊരു കൂട്ടായ്മ, നേരത്തെ പോലീസ് സംരക്ഷണത്തോടുകൂടി പലരെ അവിടെ കൊണ്ടുവന്നിരുന്നു. അത് മനിതി സംഘം, എത്ര മാവോയിസ്റ്റുകൾ, എന്തെല്ലാം തരത്തിലാണ്. അപ്പോൾ അതിനെല്ലാം അത്തരത്തിലൊരു നീക്കമായിരുന്നു. ഇപ്പോൾ അതല്ല, സ്വയം മാർക്സിസ്റ്റ് പാർട്ടിയും അവിശ്വാസികളായിട്ടുള്ള ഈ പറഞ്ഞ ഭരണാധികാരിമാരെ കൊണ്ടുവരികയാണ്. കാരണം വെച്ചാൽ അവർക്ക് പ്രൊട്ടക്റ്റഡ് കമ്മ്യൂണിറ്റിയാണ്, അവർക്ക് പോലീസ് പ്രൊട്ടക്ഷനും മറ്റു കാര്യങ്ങളുണ്ട്. അവരെ കൊണ്ടുവന്ന് ഒരു വിശ്വാസികളുടെ ചലഞ്ച് ചെയ്യാണ്. ആക്ച്വലി അതാണ് ഇതിനകത്ത്, നമ്മളെ വിശ്വാസികളെ ചലഞ്ച് ചെയ്യാണ്, സനാതനമത്തെ ചലഞ്ച് ചെയ്യാണ്. ഈ ക്ഷണിക്കപ്പെട്ടവരാരോ നമുക്കറിയാം, DMK, അവർ നിരന്തരം സനാതനമത്തിനെതിരാണ്, ക്ഷേത്രവിശ്വാസത്തിനെതിരാണ്. അവർ സനാതനമത്തെക്കുറിച്ച് ഉദയനിധി പറഞ്ഞ് നമുക്കറിയാം, അത് ഒരു വൈറസ് ആണെന്നും ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു. ഇത്തരം ആളുകൾ, അതുപോലെ പിണറായി വിജയൻ ഈ ശബരിമല വിഷയത്തിലെടുത്ത നിലപാട് നമുക്കറിയാം. യുവതി പ്രവേശനത്തിൻ്റെ വിഷയത്തിൽ അതിശക്തമായ രീതിയിൽ ഈ ഒരു കാരണവശാലും നമ്മുടെ കോടതി, സുപ്രീം കോടതി പറഞ്ഞില്ല നിങ്ങളുടെ യുവതിയെ പ്രവേശിപ്പിക്കണം, അങ്ങനെ ഒരു വിധിയും വന്നിട്ടില്ല. പക്ഷേ നിർബന്ധപൂർവ്വം വിശ്വാസികളുടെ മനസ്സ് തകർക്കാനും വേണ്ടി, വിശ്വാസത്തെ തകർക്കാനും വേണ്ടി, ശബരിമല വിഷയത്തെ തകർക്കാനും വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരം നടപടികൾ ഇത്രയും കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ അവിശ്വാസികളുടെ കൂടെ നിൽക്കുകയും നിരന്തരം ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, അവർ മറ്റുള്ളവരോട് കൂട്ടി ഈ ഇത്തരം ഒരു സമ്മേളനം വിളിക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് കൂട്ടായ രീതിയിൽ അതിനെ തടയും എന്നുള്ള സംശയമില്ല. കാരണം ഇന്ന് മറ്റൊരു കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മളിവിടെ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം മാത്രമല്ല ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സനാതന വിശ്വാസികൾ മൊത്തത്തിൽ ഇത് കേരളത്തെ രക്ഷപ്പെടുത്തേണ്ട ഒരു ദൗത്യം ഭാരതീയരായിട്ടുള്ള എല്ലാ വിശ്വാസികൾക്കും വന്നു ചേർന്നിരിക്കുകയാണ് ഈ വിഷയത്തിലൂടെ.
അതുകൊണ്ട് തീർച്ചയായിട്ടും അതിശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടാവും. ഒരു കാരണവശാലും ഇത്ര അവിശ്വാസികളുടെ സമ്മേളനം മുന്നോട്ട് പോകാനായിട്ട് അനുവദിക്കാൻ സാധാരണ വിശ്വാസികൾ സാധിക്കില്ല. അതിന് വേണ്ട നടപടികൾ, ഏതൊക്കെ നടപടികൾ വേണം അതെല്ലാം നമ്മൾ എടുക്കും. തീർച്ചയായിട്ടും ആ ശബരിമല, പ്രത്യേകിച്ച് നമ്മൾ ഇവർക്ക് ഇത്തരത്തിൽ ഇപ്പോൾ അവർ പറയുന്നത് എന്താണ്, ഈ ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുകയാണെന്ന് പറയാം. അത് എന്തുകൊണ്ട് ഈ പമ്പയിൽ, വേറെ എത്ര സ്ഥലമുണ്ട്, പത്തനംതിട്ട ആകാമല്ലോ, തിരുവനന്തപുരത്താകാമല്ലോ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത്, എന്തുകൊണ്ട് പമ്പയിൽ? അതുപോലെ തന്നെ അയ്യപ്പ സംഘം എന്ന പേരിൽ എന്താണ് പേരിട്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡയമണ്ട് ജൂബിലി എന്നെന്തോ പറഞ്ഞ് പേരിടാമല്ലോ. അപ്പം ഈ പേര് തന്നെ അവർ നമ്മൾ ആ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന സർക്കാരാണെന്ന് പറയും, അതല്ല എന്ന് പലപ്പോഴും അവർ പറയും. പക്ഷേ ഇപ്പോൾ തന്നെ ഈ സ്റ്റാലിനെ ക്ഷണിക്കാൻ പോയതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ തമ്പിച്ചേട്ടൻ പറഞ്ഞ് നമ്മൾ കേട്ടു. അതായത് എൻ്റെ വീഡിയോ എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. പോയിരിക്കുന്ന ആരാ? ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. അതായത് ഈശ്വരവിശ്വാസം ഇല്ല എന്നുള്ളത് കൊണ്ട് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത ഒരു മന്ത്രിയാണ് പോയി ദൈവത്തിൻ്റെ കാര്യം പറയാൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവർക്ക് എന്ത് അവകാശമാണ് ഈ ശബരിമലയിലെ ഈ വിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട്? ഇവർക്ക് ദൈവവിശ്വാസമുണ്ടോ? അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം, ഇത്തരം ആളുകൾ അവിടെ വരുന്നതിന് മുമ്പ് അവർക്കിനി അവരുടെ മനസ്സ് മാറി. ഈ ഇടതുപക്ഷം തന്നെ പറഞ്ഞു 2019 അവർക്കുണ്ടായ പരാജയം, പാർലമെന്റ് ഇലക്ഷനിലുണ്ടായ പരാജയത്തിൻ്റെ ശേഷം തെറ്റുപറ്റി, ഞങ്ങൾ ഭക്തജനങ്ങളുടെ കൂടാണ്, ആചാര സംരക്ഷണത്തിന് ഞങ്ങളും ഒപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ലഘുലേഖ അടിച്ചിറക്കിയ ആളുകൾ ഇന്നും ആ സുപ്രീം കോടതി കൂടെ സത്യവാങ്മൂലം മാറ്റിയിട്ടില്ല. അത് പൊതുജനങ്ങളുടെ മറച്ചു വെച്ചിരിക്കുകയാണ്. കാരണം എത്ര പേർക്ക് അറിയാൻ സാധിക്കും? അത് പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെയുള്ള ആളാണ് ഈ മീറ്റിംഗ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഭക്തജനങ്ങളെ, നാമം ജപിച്ച ഭക്തജനങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും, അമ്മമാരെ ഉൾപ്പെടെ. അതുപോലെ തല്ലിച്ചതച്ച എത്രത്തോളം ഭീകര അന്തരീക്ഷമാണ് ആ നിലയ്ക്കലൊക്കെ അവർ പമ്പയിൽ സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ 1000-ഓളം കേസുകൾ, 10,000-ഓളം കേസുകൾ, ഞാൻ ഉൾപ്പെടെ ഒരു 100 കണക്കിന് കേസുകൾ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇതെല്ലാം പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് ഈ മന്ത്രിസഭാ തീരുമാനം ഉണ്ടായി. പക്ഷേ ഒരൊറ്റ കേസ് പോലും പിൻവലിച്ചിട്ടില്ല. CA വിരുദ്ധ സമയത്ത് ആ കേസിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അതേസമയം ഈ ഒരു വിഷയം കൂടെ എടുത്തിട്ടാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ CA വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത കേസുകൾ പലതും പിൻവലിച്ചെങ്കിൽ ശബരിമല വിഷയത്തിൽ പങ്കെടുത്ത ഒരൊറ്റ കേസ് പോലും പിൻവലിച്ചിട്ടില്ല. അത് മാത്രമല്ല, നമ്മുടെ ഇത്തരം കേസുകൾ കോടതിയിൽ വരുമ്പോൾ സർക്കാർ വക്കീൽ പറയുന്നത്, ഈ ജഡ്ജി ചോദിക്കാറുണ്ട്, ഇത് പിൻവലിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാണല്ലോ എന്ന് പറയുമ്പോൾ വക്കീൽ പറയുന്നത്, ഇല്ല, ഈ ഒരു കേസ് പിൻവലിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഓരോ കേസിലും അവർ പറഞ്ഞതേ വാദമാണ്, ഈ ഒരു കേസ് പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറായി. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം, ഇത് സനാതന വിശ്വാസികളെയും ഈശ്വര വിശ്വാസികളെയും തകർക്കാനുള്ള നീക്കമാണ്. അതുകൊണ്ട് ഈ സംരംഭം നടക്കണമെന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ അവിശ്വാസികളായിട്ട് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നും, ആരൊക്കെ അവിടെ പങ്കെടുക്കുന്നു, അതായത് ഈ സംശയാസ്പദമായ ഇതുവരെ പ്രസ്താവനകൾ നടത്തുകയും പ്രവൃത്തി ചെയ്തിരിക്കുന്ന ആളുകൾ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അല്ലെങ്കിൽ സ്റ്റാലിൻ, അല്ലെങ്കിൽ ഓവറിറ്റീസ്, അത്തരം ആളുകൾ ഞങ്ങൾ ഈശ്വരവിശ്വാസിയാണെന്നും അയ്യപ്പനിൽ വിശ്വസിക്കുന്നതെന്നും പറയാൻ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതല്ലാതെ ഒരു കാരണവശാലും ഈ ഒരു വിഷയത്തിൽ പങ്കെടുക്കാനുള്ള യാതൊരു അവകാശവുമില്ല. ദേ ഹാവ് നോ മോറൽ റൈറ്റ് ആക്ച്വലി. രണ്ടാമത്തെ വിഷയം, ഈ പിൻവലിക്കുമെന്ന് പറഞ്ഞ കേസുകൾ ആദ്യം പിൻവലിക്കണം. വിശ്വാസത്തിലൊപ്പമാണെന്ന് പറഞ്ഞാൽ ആ കേസുകൾ പിൻവലിക്കാൻ അവർ തയ്യാറാകണം. മൂന്നാമത് അതിപ്രധാന വിഷയം, ഇവരെ വിശ്വാസത്തിലൊപ്പമാണെങ്കിൽ ശബരിമല സംരക്ഷിക്കുമെന്നും ആചാരം സംരക്ഷിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ ഇപ്പോഴും അവർ കൊടുത്തിരിക്കുന്ന നിലനിൽക്കുന്ന ആ ഒരു സത്യവാങ്മൂലം പിൻവലിച്ച് ഞങ്ങൾ വിശ്വാസത്തിലൊപ്പമാണെന്ന് പറയുകയും ചെയ്യണം. ഇത്തരം കാര്യങ്ങളിൽ അവർ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു സമാധാനപരമായ രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അതല്ലെങ്കിൽ ഭക്തജനങ്ങൾ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ നീങ്ങും. അതിന് പൂർണ്ണ ഉത്തരവാദി ഈ കേരള സർക്കാരും ഇടതുപക്ഷ പാർട്ടികളുമാണെന്ന് മാത്രമേ എനിക്ക് പറയാം. നമ്മുടെ ഈ സെപ്റ്റംബർ 20 ആഗോള അയ്യപ്പ സംഗമം നടത്തുവാനായിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് സർക്കാർ പോവുകയാണ്. ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികം എന്നൊരു മറ കാണിച്ചുകൊണ്ടാണ് ഇത് നീങ്ങുന്നത്. ഇതിൽ വിശ്വാസി സമൂഹം പങ്കെടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ അയ്യപ്പ ഭക്തരായ ആരും തന്നെ ഇതിൽ പങ്കെടുക്കില്ല. കാരണം അവർക്ക് അവരുടെയൊക്കെ മനസ്സിൽ ഇന്നും ആ 2018 വേദനകളാണ്. ആചാര ലംഘനം ഉണ്ടായി. ശബരിമലയിൽ നമുക്കറിയാം 2018 പന്തളത്താണ് ഇതിൻ്റെ തുടക്കം ഉണ്ടായത്. അന്ന് ഞാനൊക്കെ അതിലുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ പൊസിഷനിൽ ഞാൻ മാറിയിട്ടുണ്ട്. അയ്യപ്പ സേവാ സമാജത്തിൻ്റെ ചുമതലയിലാണ്. പന്തളം കൊട്ടാരം ഇതിനെക്കുറിച്ച് വളരെയധികം ഡിസ്കസ് ചെയ്ത് ഉടൻ തന്നെ അതിൻ്റെ പ്രതികരണം വരും. ഇന്നലെ അവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല ചെയ്യേണ്ടതായ കാര്യങ്ങൾ പലതും ചെയ്യുവാനുണ്ട്. ഇപ്പോൾ തന്നെ അറിയാം, 1950 അവിടെ ഷഡാധാര പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും പൂർണ്ണമായ ഒരു പടിത്തരം അവിടെ ഇല്ല. ഈ പടിത്തരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ കാലത്ത്, പത്മകുമാർ ഇരുന്ന കാലത്ത്
അതിനൊരു ഞങ്ങളെ വിളിച്ച് ഒരു മീറ്റിംഗ് കൂടുകയും അതിൻ്റെ യോഗ മിനിറ്റ്സ് ഉണ്ട് കയ്യിൽ, അവർ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോഴും ഇല്ല. ഈ ഒരു വിശ്വാസി സംഗമം നടത്തിയാൽ വിശ്വാസികളുടെ മനസ്സിലുള്ള മുറിവ് ഉണങ്ങും എന്നൊരു ധാരണയിൽ അത് ഒട്ടും വിശ്വാസമില്ലാത്തവർ, കാരണം കഴിഞ്ഞ നമുക്ക് കണ്ടതാണ്, അവിടെ മകരവിളക്ക് കാലത്തൊക്കെ തന്നെ നമ്മൾ പുണ്യമായ തീർത്ഥം തന്നപ്പോൾ അത് ഒരു സാനിറ്റൈസർ പോലെ തുടച്ചു മാറ്റി ഭഗവാന്റെ മുമ്പിൽ നിന്ന് കാണിക്കുന്നത് കണ്ടതാണ്. അങ്ങനെ ഒരു വിശ്വാസം ഒട്ടുമില്ലാത്തവർ, നമ്മുടെ ഒരു ദൗർഭാഗ്യം എന്ന് നമുക്ക് പറയാനുള്ളൂ. വിശ്വാസമില്ലാത്തവരാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത്. അത് വിശ്വാസികളുടെ ഒരു പാർട്ടിസിപ്പേഷനും ഇല്ലാതെയാണ് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഭരിക്കപ്പെടാൻ നമ്മൾ നിയോഗിതരായത്. കാരണം കവനൻ്റ് പ്രകാരം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രാജാവ് ഭരിച്ചിരുന്ന അതേ ആ ഒരു നിലപാടിൽ തന്നെ അതേ വകുപ്പുകളോട് ചേർന്നാണ് ശരിക്കും 49 ശേഷം ഈ ദേവസ്വം ബോർഡ് തന്നെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഫൗണ്ടേഷൻ അതാണ്. അതിൽ സെക്ഷൻ 31 നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആ യൂസേജ് ഒന്നും മാറാൻ പാടില്ലെന്നാണ്. അവിടെയുള്ള പഴയ ആചാരങ്ങൾ പലതും മാറിയിരിക്കുന്നു. ഇന്നും ശബരിമലയെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ തീർത്ഥാടനം, പ്രത്യേകിച്ചും ശബരിമല തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ മറ്റൊരു ക്ഷേത്രത്തിൽ പോകുന്ന പോലെയല്ല. 41 ദിവസത്തെ വ്രതം, അത് കൂടുതലും വെളിയിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ വളരെ ഈവൻ ചെരുപ്പ് പോലും ഇടാതെ കാൽനടയായിട്ട് വളരെ ഭക്തിപൂർവ്വം വരുന്നതാണ്. അവരുടെയൊക്കെയുള്ള മനസ്സിൽ വരുന്ന ആ വിഷമങ്ങൾ, അവിടുത്തെ ആചാരധ്വംസനങ്ങൾ, അവിടെ ഭക്തജനങ്ങളോട് കാണിക്കുന്ന ക്രൂരത, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവരിത്രയും വളരെ ദൂരെ നിന്ന് വരിക എന്നുള്ളൊരു പരിഗണനയൊന്നുമില്ല, പിടിച്ച് തള്ളുകയാണ്. നമ്മൾ എന്താ ചെയ്യുക? ഒരു നിമിഷം ഭഗവാനെ കാണാനുള്ള സൗകര്യം പോലും അവിടെ ചെയ്യുന്നില്ല. മാത്രമല്ല വളരെ വളരെ കഷ്ടപ്പെട്ട്, അവരൊന്നും പറയില്ല. കാരണം പണ്ട് നമ്മുടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, കഷ്ടപ്പെട്ട് വേണം ശബരിമല പോകാൻ. ആ ഒരു മനസ്സിൽ അവരുടേതായ വിഷമങ്ങളെല്ലാം ഒതുക്കിയാണ് ഈ ഭഗവത് ദർശനം കഴിഞ്ഞ് പോകുന്നത്. ഒരു നിമിഷം കിട്ടിയാൽ അത് അവരുടെ സുഹൃതം എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസികളുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ മാറ്റിയിട്ട് വേണം ഇവരൊരു സംഗമം നടത്തേണ്ടത്. അത് ഭക്തജനങ്ങളും മാത്രമല്ല, ഇതിൽ നടത്തേണ്ടത് മുഴുവൻ വിശ്വാസികളോട് ചേർന്ന് തന്നെ വേണം. എല്ലാവരും ഒരുമിച്ച് ചേർന്ന്, അയ്യപ്പൻ്റെ കാര്യമാണ്, അയ്യപ്പൻ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് എല്ലാ ഹൈന്ദവ വിഭാഗത്തെയും ഹൈന്ദവ സംഘടനകളെയും എല്ലാവരും ആലോചിച്ച് വേണം ശരിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഗമം നടത്തേണ്ടത്. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഒരു പ്രതികാര നടപടികളോട് ഭക്തജനങ്ങളെ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളിതൊന്നും അല്ല, ഞങ്ങളൊരു ഭക്തജന സംഗമം എല്ലാവരും വരണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അത് തീർച്ചും അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളും അന്വേഷിക്കേണ്ടതാണ്. ഇവിടെ പരാമർശിക്കപ്പെട്ട ഈ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം, ഒരു വിധത്തിലല്ലെങ്കിൽ വേറൊരു വിധത്തിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടതല്ലേ? ആയിരുന്നു, സ്വാഗതം ചെയ്യപ്പെടേണ്ടതായിരുന്നു. എപ്പോൾ? അയ്യപ്പൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ശബരിമല ധർമ്മശാസ്താവിനെ ദർശിക്കാൻ പോകുന്ന ഭക്തൻ്റെ ഉദ്ദേശം എന്താണ്? അയ്യപ്പനായിത്തീരുകയാണ്. അത്തരത്തിൽ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അത് സ്വാമിയുടെ പ്രതിപുരുഷന്മാരാണ്. അവരെ സംഘടിപ്പിക്കുന്നു, അവരൊരുമിച്ചൊരു യോഗം ചേരുന്നു എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് വാസ്തവത്തിൽ. പക്ഷേ ആര്, എങ്ങനെ സംഘടിപ്പിക്കുന്നു? അയ്യപ്പൻ്റെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ച പ്രസ്ഥാനക്കാരൻ്റെ പാർട്ടി നടത്തുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കണക്കാക്കണം? ശബരിമല മാത്രമല്ല, ഗണപതി പോലും മിത്താണെന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ നടപ്പാക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അതിലെവിടെയാണ് ഭക്തി, എവിടെയാണ് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസം? എവിടെയാണുള്ളത്? ഈ പറയുന്ന ദേവസ്വം മന്ത്രിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശബരിമല അയ്യപ്പനോടുള്ള ഭക്തിയോ വിശ്വാസമോ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുടിക്ക് പോലും വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് വേറൊരു മാനമുണ്ടാകുമായിരുന്നു. പക്ഷേ ആ മാനമല്ല ഇപ്പോഴുള്ളത്. നേരെ മറിച്ച് അയ്യപ്പ ഭക്തന്മാരുടെ ഉള്ളിൽ സംഭവിക്കുന്നതായിട്ടുള്ള വലിയ വിഭ്രമജനകമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ അവരുടെ മുമ്പിലുള്ളത്. വീണ്ടും 6-7 വർഷം മുമ്പ് നടന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ വീണ്ടും കേരളത്തിൽ അരങ്ങേറുവാൻ പോവുകയാണോ? അയ്യപ്പൻ്റെ കല്യാണം നടത്തുവാൻ ഒരുമിച്ച് എല്ലാവരും വരികയാണോ? ഈ ആശങ്ക കേരളത്തിലെ മാത്രമല്ല, ആഗോള തലത്തിലുള്ള അയ്യപ്പ ഭക്തന്മാരുടെ മുമ്പിൽ മുഴുവനുമുണ്ട്. അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് നമുക്കിപ്പോൾ ഒരു തരത്തിലും ഗ്യാരണ്ടി പറയാൻ സാധ്യമല്ല. എങ്ങനെ ഗ്യാരണ്ടി പറയാൻ സാധിക്കും? അവരുടെ മനസ്സിനെ, വികാരത്തെ മുറിവേൽപ്പിച്ചാൽ ഏതെല്ലാം തരത്തിലായിരിക്കും പിന്നെ ഈ സംഗമത്തിനോടുള്ള ജനങ്ങളുടേതായിട്ടുള്ള ഒരു പ്രതികരണം എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അതിന് നമ്മൾ പാഴൂർ പടിപ്പറയിൽ പോയിട്ടും വിശേഷമില്ലാത്ത കാര്യമാണ്. ഇതിങ്ങനെ യാഥാർത്ഥ്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന സ്ഥിതിക്ക്
വാസ്തവത്തിൽ എന്താണ് കേരളത്തിൽ വേണ്ടത്? അതിനെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി കേരളത്തിലെ ഈ ക്ഷേത്രങ്ങളെയും അതുപോലെ നമ്മുടെ ആചാര അനുഷ്ഠാന വിശ്വാസ പ്രമാണങ്ങളെയും എല്ലാം സംരക്ഷിച്ചു കൊണ്ടുവരുന്ന നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്. ആരുമായിട്ടും സംവദിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല. മറിച്ച് ഇവരുടെ പാർട്ടിയുടെ ഇപ്പോൾ നടക്കുന്ന ഇന്നലെ എറണാകുളത്ത് 2 ദിവസം മുമ്പ് KSCB ഓഫീസേഴ്സ് അസോസിയേഷൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നവിടെ ചാർട്ടേഡ് അക്കൗണ്ടന്മാരുടെ യോഗങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാം പങ്കെടുത്ത ഗവൺമെൻറ് സ്പോൺസേഡ് പ്രോഗ്രാമാണ്. അതുപോലെ അയ്യപ്പ ഭക്തന്മാരുടെയും അയ്യപ്പന്മാരുടെയും പരിപാടി പാർട്ടി കാഡറിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ലക്ഷ്യം പോകുന്നത് ഒരേ ദിശയിലേക്കാണ്. ആ ദിശയിലേക്ക് പോകുന്ന ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് മറ്റൊന്നും പറയാനില്ല. അതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ധർമ്മസ്ഥലയിലെ പ്രശ്നങ്ങൾ. ആ ധർമ്മസ്ഥലയിൽ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും, മാധ്യമങ്ങൾക്കും പലർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കേരളത്തിൽ അത് വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന അതിൻ്റെ നെഗറ്റീവ് ആസ്പെക്റ്റ് മാത്രമാണ് ചർച്ച ചെയ്യപ്പെട്ടത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ച ഗൂഢാലോചന? നേരത്തെ ശ്രീയുടെ കുമാർജി സൂചിപ്പിച്ചു, ആഗോള വ്യാപകമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. നമുക്കറിയാം, ഭാരതത്തിലെ ജനങ്ങളുടെ സാംസ്കാരിക ഐക്യം, ഈ നാടിൻ്റെ ഐക്യം, ഇത് ഇന്നോ ഇന്നലെയോ തൊണ്ടായ രാഷ്ട്രമല്ല. അനേകായിരം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ രാഷ്ട്രത്തിൻ്റെ ഐക്യം നിലനിർത്തിക്കൊണ്ടു പോയതിന് ഈ നാടിൻ്റെ സാംസ്കാരിക അടയാളങ്ങളാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗോറിയും ഗസ്നിയും അതുപോലെ മറ്റ് ചെങ്കിസ് ഖാനും അങ്ങനെയുള്ള പല തരത്തിലുള്ള ബാബറും ഉൾപ്പെടെയുള്ളതായിട്ടുള്ള ആക്രമണകാരികൾ ഇന്ത്യയുടെ ഈ ജനകീയ കൂട്ടായ്മയുടെ വൈകാരിക കേന്ദ്രങ്ങളെ അതിനെ നശിപ്പിച്ചാൽ മാത്രമേ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ടായിരുന്നു സോമനാഥ ക്ഷേത്രം തകർത്തത്, അയോധ്യ തകർത്തത്. ഇന്ന് നമുക്കറിയാം ആന്ധ്രാപ്രദേശിലെ വെങ്കടേശ്വര ക്ഷേത്രത്തിന് നേരെയുള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അറിയാം. അതുപോലെ തന്നെയാണ് ധർമ്മസ്ഥലയിൽ സംഭവിച്ചത്. കേരളത്തിൻ്റെ വൈകാരികമായിട്ട് ജനങ്ങളുടെ ജാതിക്കതീതമായി, സമുദായത്തിനതീതമായി, ഈവൻ മതത്തിനും അതീതമായി കേരളീയ ജനങ്ങളെ മുഴുവനും തന്നെ ഏകോപിപ്പിക്കാൻ സാധിക്കുന്ന അടയാളമാണ് സ്വാമി അയ്യപ്പൻ. ഏത് വിശ്വാസിയെയാണ് ശബരിമലയിൽ സ്വാഗതം ചെയ്യാത്തത്? എല്ലാ വിശ്വാസികളെയും, എല്ലാ മതക്കാരെയും, എല്ലാ സമുദായക്കാരെയും അവിടെ ശബരിമലയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഈ കേരള ഹൈന്ദവ സമൂഹവും കേരള സമൂഹവും തയ്യാറാണല്ലോ. വരുന്നുണ്ടല്ലോ, അനവധി പേർ വ്രതധാരികളായി വരുന്നുണ്ടല്ലോ. ആ വ്രതധാരണമാണ് കേരളത്തെ മാത്രമല്ല, തെന്നിന്ത്യയെ മാത്രമല്ല, ഭാരതത്തെ മുഴുവൻ ഭാരതത്തെയും ഒരേപോലെ സാംസ്കാരികമായിട്ടുള്ള ഐക്യത്തോടുകൂടി നിലനിർത്താൻ സഹായിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അക്കാഡമിക ദൃഷ്ടിയിലും അതുപോലെ ചരിത്രത്തിൻ്റെ ദൃഷ്ടിയിലും ചിലപ്പോൾ പറയും ക്ഷേത്രങ്ങളെ ആക്രമിക്കുന്നത് അവിടുത്തെ പണത്തിന് വേണ്ടിയും അതല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടിയുമാണെന്ന്. ടിപ്പു ആക്രമിച്ച ക്ഷേത്രങ്ങളിൽ പകുതിയിലേറെ നിത്യനിദാനം പോലുമില്ലാത്ത ക്ഷേത്രങ്ങളായിരുന്നു. എന്തിനാണ് ആക്രമിച്ചത്? അവിടെ ഒന്നും കിട്ടാനില്ല, അവിടെ കുഴിച്ചിട്ടിട്ടില്ല, ഒന്നും ഭണ്ഡാരത്തിലൊന്നുമില്ല, അവിടെ സ്വർണ്ണമില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനു ചെയ്തു? അപ്പോൾ എന്തിനു ചെയ്തു എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ് ഉത്തരം. ക്ഷേത്രങ്ങളും സന്യാസി മഠങ്ങളും അതുപോലെയുള്ള ആമ്നായ സമ്പ്രദായങ്ങൾ പരിപോഷിപ്പിക്കുന്നതായിട്ടുള്ള അനവധി ശൃംഖലകൾ ഉൾപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളും അവ നശിപ്പിക്കപ്പെട്ടാൽ മാത്രമേ ഈ നാടിൻ്റേതായിട്ടുള്ള അതിൻ്റെ ഏകതയുടെ മാർഗങ്ങളെ നശിപ്പിക്കാൻ സാധിക്കൂ. ഇത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ കൂടെ നിൽക്കുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഭക്തരെ സംബന്ധിച്ചിടത്തോളം, അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ മാനസികമായിട്ടുള്ള ഐക്യത്തോടുകൂടി ഒരുമിച്ച് വരുന്ന ഭക്തർക്ക് ഈ ശബരിമല അയ്യപ്പ ധർമ്മത്തെ സംരക്ഷിച്ചേ മതിയാവൂ. ശബരിമല അയ്യപ്പ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ കേരളത്തിലെ അയ്യപ്പ ഭക്തർ ഏതറ്റം വരെ പോകുമെന്ന് നമുക്കിപ്പോൾ ഒരു ഗ്യാരണ്ടിയും പറയാൻ സാധ്യമല്ല. ആ അറ്റത്തേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കാതിരിക്കുവാൻ നമ്മുടെ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിയമപരമായിട്ടുള്ള വിഷയങ്ങളും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻസും എല്ലാം നിയന്ത്രിക്കേണ്ടത് ആരാണ്? സർക്കാരാണ്. സർക്കാർ ഒരു നിമിത്തത്തിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതിനുശേഷം ഹിന്ദു തീവ്രവാദത്തെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടപ്പാക്കാൻ പോകുന്നില്ല.
ക്ഷമയുടെ അതിരുകൾക്കൊരു പരിധിയുണ്ട്. ആ പരിധി വിട്ടിട്ടുള്ള സാഹചര്യത്തിലേക്ക് കേരളീയ ജനങ്ങളെ തള്ളിവിടരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും കൂടി വയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സംയമനത്തോടു കൂടി തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ മാധ്യമ യോഗം ഇന്നിവിടെ നടക്കുന്ന സമയത്ത് ഇന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പേ തന്നെ നമ്മൾ ഈ കാര്യത്തിൽ വിജയിച്ചു എന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം. കാരണം അതിലേറ്റവും ആകർഷകമായിട്ടുള്ള വ്യക്തിത്വമായിട്ട് അവതരിപ്പിക്കാനും ഉയർത്തി കാണിക്കുവാനും ഉദ്ദേശിച്ച സ്റ്റാലിൻ, അദ്ദേഹം തന്നെ ഞാൻ വരുന്നില്ല എന്ന് നിശ്ചയിച്ചു. ഇത് ഈ ഭക്തജനങ്ങളുടെ അങ്ങേയറ്റത്തെ അവരുടെ വിജയത്തിൻ്റെ മകുടോദാഹരണമാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇതായിരിക്കും സ്വാഭാവികമായിട്ടും കേരളത്തിൽ സംഭവിക്കാൻ ഉദ്ദേശിക്കുന്നു, നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് മാത്രം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. സംഗമം നടക്കരുതെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. സംഗമം നടത്തേണ്ടത് സർക്കാരല്ല, മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ല അയ്യപ്പ ഭക്ത സംഗമം നടത്തേണ്ടത്. അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ വേണമെങ്കിൽ ദേവസ്വം ബോർഡിന് മുൻകൈ എടുക്കാം, അല്ലെങ്കിൽ ഭക്ത സംഘടനകൾക്ക് മുൻകൈ എടുക്കാം, ഹൈന്ദവ സംഘടനകൾക്ക് മുൻകൈ എടുക്കാം. അയ്യപ്പ സേവാ സമാജം ഉൾപ്പെടെയുള്ള അയ്യപ്പ സ്വാമിയെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് മുൻകൈ എടുക്കാം. അല്ലാതെ ഒരു സർക്കാർ മുൻകൈ എടുത്ത് ഒരു അയ്യപ്പ സംഗമം നടത്തുന്നതിൽ ദുഷ്ടലാക്ക് തന്നെയാണ്. ഏതെങ്കിലും ഇതര സമുദായത്തിൻ്റെ ഇത്തരത്തിലുള്ള ഭക്തരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടാൻ ഈ സർക്കാരിന് നട്ടെല്ലുണ്ടാവും. ചിന്തിക്കേണ്ട വിഷയമാണ്. ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ, ഞാൻ ഇന്ന സമുദായമെന്നോ ഇന്ന മതമെന്നോ പറയുന്നില്ല, അതിലെ വിശ്വാസികളുടേതായിട്ടുള്ള യോഗം വിളിച്ചു ചേർക്കുവാൻ എന്തേ സാധിക്കില്ല? അത് തന്നെയാണ് അതിൻ്റെ ഉത്തരവ്, പ്രധാനമായിട്ടുള്ള സംഗതി. പറഞ്ഞു തീർച്ചയായിട്ടും നിയമ നടപടികൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നിയമ നടപടികൾ ഒരു ഭാഗത്തൂടെ ഉണ്ടാവും, മറ്റ് പ്രവർത്തനങ്ങൾ വേറൊരു ഭാഗത്തൂടെ ഉണ്ടാവും. അല്ല, അതിപ്പം നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിപ്പം നമ്മളല്ലല്ലോ പറയാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയം വന്നപ്പോൾ ആരാണ് തടഞ്ഞത്? അല്ലെ ആരാണെന്ന് രംഗത്തിറങ്ങിയത്? ഇവിടുത്തെ കേരളത്തിലെ ആവാലവൃദ്ധം ജനങ്ങളും എല്ലാം ജാതി വർണ്ണ വർഗ വ്യത്യാസം എല്ലാം പറഞ്ഞിട്ട് തെരുവിലേക്ക് ഇറങ്ങിയില്ലേ? അപ്പോൾ അതുപോലെ ഇത് ഒരു ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടിയുള്ളൊരു നീക്കമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആരാണ് പുറത്തിറങ്ങുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആര് പുറത്തിറങ്ങിയാലും അവർക്ക് പൂർണ്ണമായ പിന്തുണ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ നൽകിയിരിക്കും. ഈ ഒരു കാര്യത്തിൽ 3 വശങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ രാഷ്ട്രീയ വശമുണ്ട്, 2 ധാർമ്മിക വശമുണ്ട്, ആധ്യാത്മിക വശം, മൂന്നാമത് ഈ പറഞ്ഞ ലീഗൽ നിയമപരമായിട്ടുള്ള കാര്യം. ഈ 3 കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയം നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ ഒരു അവസരം തിരഞ്ഞെടുത്ത് ചെയ്യുന്നതെന്നുള്ളത്. ഇത്രയും നാളായിട്ട് അവർക്ക് തോന്നാത്തൊരു വിഷയം വരുന്ന പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ വിഷയത്തിലും അവർക്ക് എന്താണോ ഒരു ഉദ്ദേശിച്ചത്, എന്ത് ഗുണമാണോ ഉദ്ദേശിച്ചത്, അത് അവർക്ക് ദോഷമായിട്ട് ഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ നല്ലൊരു ശതമാനം ഹിന്ദുക്കൾ തന്നെയാണ്. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതേ ഹിന്ദുക്കളാണ് ശബരിമല പ്രക്ഷോഭം വന്ന സമയത്ത് ഈ സർക്കാരിനെതിരെ പ്രതികരിച്ചത്. ഇൻക്ലൂഡിങ് നമ്മുടെ മുന്നിൽ കണ്ടു, നമുക്ക് അന്ന് നടന്ന ഓരോ പരിപാടികളും, പ്രത്യേകിച്ച് അന്ന് നടന്ന ഓരോ പരിപാടി നമ്മൾ എടുത്താലും അത് കേരളത്തിൻ്റെ ഈ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഒരുപോലാണ് ആ ജനങ്ങൾ ഏറ്റെടുത്തത്. പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെട്ടവർ പോലും നമ്മുടെ പരിപാടി പങ്കെടുത്തു. ഇതാണ് അവരെ ചിന്തിപ്പിച്ചത്. അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കേണ്ടത് ശക്തമായ രീതിയിലുള്ള നടപടികൾ അല്ലെങ്കിൽ ഈ ഭക്തജന സമൂഹം മുന്നോട്ട് വരുമ്പോൾ അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടികൾ തന്നെ ഉണ്ടാവും, യാതൊരു സംശയമില്ല. ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങളിൽ പമ്പ ഒരിക്കലും ഇത്തരം ഒരു കാര്യം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥലമല്ല. ഈ ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികം അല്ല ഏത് വാർഷികം ആയിക്കോട്ടെ അവർക്ക് നടത്താൻ മറ്റ് സ്ഥലങ്ങളുണ്ട്. ഇനിയും അഥവാ പമ്പയാണെങ്കിൽ ദേവസ്വം ബോർഡ് നടത്താം. പക്ഷേ അത് തീർച്ചയായിട്ടും സർക്കാരല്ല നടത്തേണ്ടത്. ഈ ഈശ്വരവിശ്വാസികളായിട്ടുള്ള ആളുകളെ വേണം അവിടെ കൊണ്ടുവരാൻ. നിരീശ്വരവാദികളെ എണ്ണി കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടാണ് സ്റ്റാലിൻ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതുകൊണ്ട് ഈശ്വരവിശ്വാസികളല്ലാത്തവർക്ക് ഒരിക്കലും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അയ്യപ്പ സംഗമം, ശബരിമല അയ്യപ്പ സേവാ സമാജം എല്ലാ വർഷവും ഇന്ത്യ മുഴുവൻ എല്ലാ സംസ്ഥാനത്തും അയ്യപ്പ സംഗമം നടത്താറുണ്ട്. ഈ വർഷവും നടത്തും. ഈ വർഷവും നമ്മൾ അയ്യപ്പ സംഗമം നടത്താറുണ്ട്. അതുപോലെ തന്നെ ഗുരുസ്വാമി സംഗമം നടത്താറുണ്ട്. ഇതെല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇത്രയും നാൾ ഇതിലൊന്നും ഉൾപ്പെടാത്ത ഈ സർക്കാർ നടത്തുമ്പം ഇതുവരെ നമ്മുടെ ഒരു ഹിന്ദു സംഘടനകളോ അല്ലെങ്കിൽ അയ്യപ്പനുമായിട്ടോ അല്ലെങ്കിൽ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടനയും അറിയിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ദുരുദ്ദേശം നമുക്ക് വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ കഴിഞ്ഞ പമ്പയിൽ നടന്ന സ്വാഗത സംഘത്തിൻ്റെ നോട്ടീസ് നിങ്ങൾ പലരും കണ്ടു കാണും. ആ നോട്ടീസിനകത്ത് വ്യക്തമിട്ട് നിങ്ങൾ നോക്കൂ, എല്ലാവരും ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ
അതുപോലെ രാഷ്ട്രീയക്കാരാണ്. ഒരൊറ്റ അയ്യപ്പ സംഘത്തിലെ ഒരു ഭക്തജനം അതിനകത്തില്ല. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് സർക്കാർ സ്പോൺസേഴ്സ് ആണെന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ട് അതിൻ്റെ ഇത്തരത്തിൽ ആധ്യാത്മിക വിഷയത്തിൽ ഈ നിരീശ്വരവാദികളായിട്ടുള്ളവർ ഇടപെടുന്നതിന് പ്രശ്നമുണ്ട്. മൂന്നാമത്തെ ലീഗൽ ആസ്പെക്റ്റ് പറയുന്നത് മതേതര സർക്കാരിന് സുപ്രീം കോടതിന് ധാരാളം വിധികളുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ലീഗൽ അഡ്വൈസ് എടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഒരു പ്രത്യേക മതത്തിൻ്റെ അല്ലെ ഏതൊരു മതത്തിൻ്റെ അതുപോലെ ഒരു ക്ഷേത്രത്തിൻ്റെയോ ഭക്തജനങ്ങളുടെ ഒരു യോഗം വിളിക്കാനായിട്ട് അവർക്ക് യാതൊരു അവകാശവുമില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള സംശയമൊന്നുമില്ല. പക്ഷെ നമ്മൾ അതിനേക്കാട്ടിൽ ഉപരി ജനങ്ങളിലേക്കാണ് എത്തിക്കാൻ പോകുന്നത്. കാരണം ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് ജനപിന്തുണയാണ്, വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണെങ്കിൽ അതിന് വിപരീത ഫലം ഉണ്ടാക്കുന്നതിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. പക്ഷേ ഈ 3 വിഷയത്തിലും നമ്മൾ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റു നടപടികളും കൊണ്ടുവരും. ഇല്ല, അത് ക്ഷണിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ആലോചനാ യോഗം കൂടി അവിടെ ഒരു സ്വാഗത സംഘം രൂപീകരിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഇലയിട്ട് വിളമ്പിയതിനു ശേഷം ആ ഇലയെടുത്ത് പുറത്ത് കളയുമ്പോൾ വന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതല്ലല്ലോ എടുത്ത ഹൈന്ദവ സംഘടനകൾ. അല്ല, അത് മാത്രമല്ല, അതിനകത്ത് പ്രധാന വിഷയം ഈ പറയുന്ന ഈ നിരീശ്വരവാദികളുടെ ഈ ഭക്തസംഘടനകൾ ഇരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നമുക്ക് ഒരിക്കലും ഇല്ലല്ലോ. ഒരു കാരണം ക്ഷണിച്ചാൽ നമ്മൾ പറയുന്ന 3 കാര്യമുണ്ട്. ഈ മീറ്റിംഗ് നല്ല രീതിയിലൊക്കെ നടത്താൻ പറ്റും. ഒന്ന്, അവിടെ വരുന്ന അവിശ്വാസികളെന്ന് ഇതുവരെ ജനം എഴുതിയ ആളുകളുണ്ട്. അതായത് പല അവരുടെ നടപടികൾ കൊണ്ടും വർത്തമാനം കൊണ്ടും ഞങ്ങൾ വിശ്വാസികളാണ്, അയ്യപ്പനെ വിശ്വസിക്കുന്നു, സനാതന വിശ്വാസികളാണെന്ന് പറയണം. 2, ഈ സർക്കാർ ഈ നമ്മുടെ ഭക്തജനങ്ങൾക്കെതിരെ എടുത്ത ധാരാളം കേസുകൾ പിൻവലിക്കുമെന്ന് എന്താ പറയുക, മന്ത്രിസഭ തീരുമാനിച്ച കാര്യം ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല. ആ കേസുകൾ അവർ പിൻവലിക്കണം, ഈ ശബരിമല വിശ്വാസികളെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ. 3, ഈ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം പിൻവലിച്ച് ഈ യുവതീ പ്രവേശനത്തിനെതിരെ അതല്ലെങ്കിൽ ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുകൂലമായ രീതിയിലൊരു ഇത് കൊടുക്കണം. അങ്ങനെ അത്തരത്തിലാണ് കാര്യങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പങ്കെടുക്കും. അല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഇതിനകത്ത് പങ്കെടുക്കുക മാത്രമല്ല, അത് മുന്നോട്ട് തന്നെ പോക്കിനെ നമ്മൾ ഏതൊക്കെ തരത്തിൽ അതിൻ്റെ പ്രതിസന്ധി സൃഷ്ടിക്കാമോ അതെല്ലാം നമ്മൾ ചെയ്യും. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തമിഴ്നാട്ടിലും അതിശക്തം ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ നമുക്ക് ശക്തമായ സംഘടനാ സംവിധാനമുണ്ട്. അവിടെ നമ്മൾ ശക്തമായ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്രമാധ്യമങ്ങളിൽ എല്ലാ ഭാഷകളിലും പത്രമാധ്യമങ്ങളിൽ കൂടെ നമ്മൾ ഈ കാര്യം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഭക്തജനങ്ങൾ വളരെയധികം ഈ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ നമ്മൾ ഈ പുതിയൊരു വാർത്ത, അതായത് ഈ സ്റ്റാലിൻ പിൻവാങ്ങുന്നു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതേ നടപടികൾ നമ്മൾ കർണാടകയിലും ആന്ധ്രാപ്രദേശിലും തെലുങ്ക് ദേശത്തും മഹാരാഷ്ട്രയിലും എല്ലാം പോണ്ടിച്ചേരി ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സമ്മേളനത്തിൽ ഇത്തരം ആളുകൾ പങ്കെടുക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട് രാഷ്ട്രീയമായിട്ട് അവർക്ക് തിരിച്ചടി ഉണ്ടാവും. അയ്യഭക്തന്മാരെന്ന് പറഞ്ഞാൽ ചെറിയ ആൾക്കൂട്ടമല്ല, കോടാനുകോടി കേരളത്തിലെ ജനസംഖ്യയെക്കാട്ട് കൂടുതൽ വരുന്നവരാണ് അയ്യഭക്തന്മാർ. അതുകൊണ്ട് തീർച്ചയായിട്ടും തമിഴ്നാടോ ആന്ധ്രാപ്രദേശോ തെലങ്കാനയോ കർണാടകയോ ഒന്നും ഒരിക്കലും ഈ സർക്കാർ ഈ കാര്യത്തിൽ പിന്തുണ നൽകില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. മുമ്പ് കോവിഡ് കഴിഞ്ഞ ഉടനെ ഇതുപോലെ ഇവരുടെ ഒരു ദേവസ്വം മന്ത്രിമാരുടെ സൗത്ത് ഇന്ത്യയിലെ ദേവസ്വം മന്ത്രിയുടെ യോഗം വിളിച്ചിരുന്നു. ഇതുപോലെ ചില വിഷയങ്ങൾ വന്നപ്പോൾ നമ്മൾ ആ ദിവസം എല്ലാ സ്റ്റേറ്റിലും നമ്മൾ യാത്ര ചെയ്ത് അവരെ കണ്ടു. ആ യോഗത്തിൽ ഒരാൾ പോലും പങ്കെടുത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമാണ്. ഈ കേരളത്തിലെ ദേവസ്വം മന്ത്രി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റൊരു സപ്പോർട്ടും കേരളത്തിൻ്റെ ഈ പറഞ്ഞ സർക്കാരിൻ്റെ വിഷയത്തിൽ മറ്റ് ഗവൺമെൻറ്റുകളോ മറ്റ് ഒരു ഏജൻസിയോ എടുക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഒരു ചെറിയ കാര്യം കൂടി, അതവിടെ മലബാർ ദേവസ്വത്തെ സംബന്ധിച്ചാണ്. മലബാർ ദേവസ്വത്തിൽ അടുത്ത കാലത്തായിട്ട് അവിടുത്തെ പ്രസിഡന്റ് OK വാസുവിൻ്റെ ഒരു 2 ദിവസമായിട്ട് വന്ന പ്രസ്താവന, അവിടെയുള്ള സ്വകാര്യ വ്യക്തികളുടെ ക്ഷേത്രങ്ങളായാലും ട്രസ്റ്റുകളുടെ ക്ഷേത്രങ്ങളായാലും കുടുംബക്ഷേത്രങ്ങളായാലും അതെല്ലാം ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ കൊണ്ടുവരും. നാളെ എൻ്റെ വീട്ടിലൊരു പൂജാമുറിയുണ്ട്, അവിടെ ഞാൻ സെപ്പറേറ്റ് പൂജാമുറിയാണ്, അവിടെ ഞാൻ പൂജിക്കുന്നു, അവിടെ കാര്യങ്ങൾ ചെയ്യുന്നു, ഉപാസന ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വിൽ യു ടേക്ക് ഇറ്റ് ഓവർ? എവിടേക്കാണ് ഈ പോക്ക് പോണെന്ന് നോക്കുക. അപ്പോൾ സ്വകാര്യ വ്യക്തികൾക്ക് ഈശ്വരവിശ്വാസം പാടില്ല, ഹിന്ദുക്കളെ സംബന്ധിച്ച് മാത്രം. ബാക്കിയുള്ളവർക്കല്ല വിഷയം. ബാക്കിയുള്ളവർ നേരെ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഡിസ്പ്യൂട്ട് ഇല്ലെങ്കിലും ചെയ്യുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതാണ് സംഗതി. ഇതെല്ലാം ദേവസ്വം ബോർഡിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈശ്വരവിശ്വാസം വ്യക്തിഗതമായിട്ട് സാധാരണക്കാരായിട്ട് ജനങ്ങൾക്ക് അവൻ്റെ ഇഷ്ടം പോലെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കുറ്റിലങ്ങ് കൊണ്ടുവരും എന്ന് തന്നെയാണ് തീരുമാനം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുക. അതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന കാര്യങ്ങൾ പലതും നടക്കുന്നതിൻ്റെ. ഇത് വളരെ
വിചിത്രമായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് തോന്നുന്നു സംഗതി. ഇതിലേക്ക് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ ഇത്രയും ഇത്ര വർഷങ്ങളായിട്ടും അനാദികാലം മുതൽ നമ്മുടെ നാട്ടിലെ ഈശ്വരവിശ്വാസത്തോടു കൂടിയും ഒക്കെയായിട്ട് ജീവിച്ചത് ജനങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? എന്ത് ഡിക്ലറേഷനാണ് ഞങ്ങൾ ഇനി കൊടുക്കേണ്ടത്? ഞങ്ങൾക്ക് ഈ ജീവിതത്തിൽ വിശ്വാസമില്ല എന്ന് പറയണോ ജീവിക്കാനായിട്ട്? ഈ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് ഉദ്ദേശം, അതാണ് മനഃപൂർവ്വമായിട്ടുള്ള ഉദ്ദേശം. ഇതാണ് ഞാൻ പറയാൻ കാരണം, ഇങ്ങനെ ഒരു ഹിന്ദു തീവ്രവാദ സംവിധാനം നടക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കലാണോ യുവർ പ്ലാൻ? നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ സർക്കാരിൻ്റെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് 2018 നമ്മൾ കണ്ടു. ഒരിക്കലും കേരളം കണ്ടതിൽ ഏറ്റവും ശക്തമായൊരു പ്രതിഷേധമായിരുന്നു ശബരിമല പ്രക്ഷോഭം. അതിന് യാതൊരു സംശയമില്ല, അത്രത്തോളം. അതുകൊണ്ട് പക്ഷേ 2018 ഭക്തജനങ്ങളല്ല, അല്ലെ ഹിന്ദുക്കളല്ല ഇന്ന് കേരളത്തിലുള്ളത്, അല്ലെ ഭാരതത്തിലുള്ളത് മനസ്സിലാക്കണം. ഇന്ന് അതിശക്തമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാരതത്തിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്, കാരണം തുടർച്ചയായിട്ട് ഇത്തരം ഹിന്ദുക്കൾക്ക് ഇല്ലാതാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിശക്തമായ രീതിയിൽ ഒന്നിച്ചുകൂടി ഇത്തരത്തിലുള്ള ഏത് നീക്കത്തെയും ചെറുക്കാനുള്ള അതിശക്തമായൊരു ഹിന്ദു ഐക്യം ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഡിസ്പ്യൂട്ടിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ വിശ്വാസികളായിട്ടുള്ള ഒന്നാമത് കേരള സർക്കാരിന് ഇത്തരം ഒരു അയ്യപ്പ സംഘമല്ല, ഒരു മതത്തിൻ്റെയോ ക്ഷേത്രത്തിൻ്റെയോ ഭക്തജനങ്ങളുടെയോ ഒരു മീറ്റിംഗ് വിളിക്കാനുള്ള അധികാരമില്ല നിയമപരമായിട്ട്. രണ്ട്, ഇവർ തുടരെ ഈ ക്ഷേത്രവിശ്വാസത്തെ താർക്കാനും പ്രത്യേകിച്ച് പിണറായിയുടെ 2018-19 കാലത്ത് അവിടുത്തെ ആചാര ലംഘനത്തിന് വേണ്ടി കൂട്ടുന്നത് നമുക്കറിയാം. അത്തരം ഒരു സർക്കാരിന് എന്ത് ന്യായീകരണമാണുള്ളത് ഇത്തരം ഒരു കാര്യത്തിന്? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. 2, നിയമലംഘനമാണ്. 3, ഈ പറഞ്ഞ വീണ്ടും അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതായത് അവിശ്വാസികളുടെ ഒരു കൂട്ടായ്മയിൽ കൂടെ ഇപ്പോൾ ബിന്ദു അമ്മണി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനവിടെ പങ്കെടുക്കും, നിങ്ങളോ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ കണ്ടാണ് ഫേസ്ബുക്കിൽ. അത്തരം ആളുകളെ വീണ്ടും അവിടെ ക്ഷണിച്ചു വരുത്തുകയാണ്, ഇൻഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അങ്ങനെ ഒരു കൂട്ടായ്മ വന്ന് അവരെ ആദ്യത്തെ ദിവസം ശബരിമല ദർശനത്തിന് കൊണ്ടുപോകുന്നാണ് പറയുന്നത്. സന്ദർശനമാണോ ദർശനം, അയ്യപ്പ ദർശനമാണോ എന്ന് തന്നെ സംശയമുണ്ട്. 2ാമത്തെ ദിവസമാണ് അവിടെ മീറ്റിംഗ് കൂടുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശബരിമലയിലേക്ക് എത്തുന്ന ഈ പറഞ്ഞ വിശ്വാസികളായിരിക്കണ്ടേ? നമുക്കറിയാമല്ലോ, ശബരിമല മറ്റുള്ള ക്ഷേത്രം പോലല്ല. മറ്റുള്ള ക്ഷേത്രത്തിൽ നമുക്ക് ഏത് സമയത്തും പോകാനും വരാനും ഒക്കെ ഒരു അവസരമുണ്ടെങ്കിൽ ശബരിമലയിലെ 41 ദിവസം വ്രതം എടുക്കുക, അതിൻ്റെ പല കാര്യങ്ങളുണ്ട്. ആ ചിട്ട അനുസരിച്ച് തന്നെ പോകണം. അത്തരമൊരു ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ എവിടെ നിന്നൊക്കെയോ കൊണ്ടുവരുന്ന ആരൊക്കെയാണെന്ന് ഒരിപ്പോഴും കൃത്യമായിട്ട് പറയുന്നില്ല. അവർ തീർച്ചയായിട്ടും ഈ 3000 പേര് എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും, ഒരു കാരണവശാലും ഈ അവിശ്വാസികളായ സർക്കാർ, അവർ എന്താ പറയുക, വിശ്വാസത്തിനെതിരാണെന്ന് തെളിയിച്ച സർക്കാർ അവർ വിളിക്കുന്ന ഒരു യോഗത്തിലേക്ക് ഒരു അയ്യപ്പ വിശ്വാസി പോലും ആ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു യാതൊരു സംശയമില്ല. അത് സംഘർഷം ഉണ്ടാക്കുന്നത് സർക്കാരാണ്. ഇത് നമ്മളല്ലല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. അത് സംഘർഷം ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു. അതായത് ഈ കഴിഞ്ഞ 2018-19 നമ്മുടെ പ്രക്ഷോഭത്തിന് ശേഷം നമ്മുടെ തീരുമാനം കഴിയുന്നത് ശബരിമലയിൽ നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ പാടില്ല, എന്തെങ്കിലും വിഷയങ്ങളിൽ പുറത്ത് വേണം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് പമ്പയിലൊന്നും നമ്മളാരും ചെയ്യാറില്ല. അതുകൊണ്ട് പ്രക്ഷോഭം ഉണ്ടാക്കാനോ തടസ്സം സൃഷ്ടിക്കാനോ ഒന്നും അല്ല. പക്ഷേ ഇത്തരത്തിൽ ഈ നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട്, ഭക്തജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ പമ്പയിൽ നമുക്കറിയാമല്ലോ പമ്പയുടെ പ്രാധാന്യം, അവിടെയുണ്ട് ക്ഷേത്രമുണ്ട്, ഗണപതി ക്ഷേത്രമുണ്ട്, ശബരിമലയുടെ ഭാഗമാണ്, പുണ്യനദിയാണ് പമ്പ. അതിൻ്റെ കരയിൽ ഇത്തരം ഒരു യോഗം നടത്തി ഭക്തജനങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ ഈ ലോകമെമ്പാടുള്ള അയ്യപ്പ ഭക്തന്മാർ ഏതൊക്കെ തരത്തിലായിരിക്കും അതിനെതിരെ പ്രതികരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്കാർക്കും പറയാൻ സാധിക്കില്ല. അതിൻ്റെ ഏതെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടായാൽ അതിന് പൂർണ്ണ ഉത്തരവാദി നമ്മുടെ കേരള സർക്കാരായിരിക്കും, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരിക്കും. പ്രധാനമായിട്ടും ഇതിൻ്റെ പിന്നെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സർക്കാരും മറ്റു സർക്കാരുകളും ചേർന്നിട്ട് കേരളത്തിന് പുറത്തുള്ള പണച്ചാക്കുകളായ ആൾക്കാരെ അയ്യപ്പ വിശ്വാസികളെന്ന നിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് അവരെ ശബരിമലയിൽ കൊണ്ടുപോയി ദർശനമെല്ലാം നടത്തി അവർക്ക് സൗകര്യീകരിച്ചത് കൊടുത്തിട്ട് അവരിൽ നിന്ന് പണം പിടുങ്ങാനുള്ള ഒരു ഗൂഢ അജണ്ട തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ നമ്മുടെ സർക്കാർ ക്ഷണിക്കുന്നു, അവർ വരുന്നു, അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുന്നു, അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ശബരിമലയുടെ ആ വികസനം, ഈ വികസനം, മറ്റേ വികസനം. ഇപ്പോൾ ഈ കഴിഞ്ഞ ശബരിമല തുറന്ന സമയത്ത് മഴ പെയ്ത സമയത്ത് 3 ഭക്തരാണ് അവിടുത്തെ ഉദ്യോഗസ്ഥനടക്കം അവിടെ മരണപ്പെട്ടത്. ഇപ്പോൾ അത് പലരും പറയുന്നത് അത് ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചു, മറ്റത് മരിച്ചു. യഥാർത്ഥത്തിൽ 2-3 പേര് വീണത് അവിടെ ആ നടന്നു കയറുന്നിടത്താണ്. അശാസ്ത്രീയമായ രീതിയിലാണ് ആ വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ തെന്നി അടിച്ച് വീണിട്ടാണ് മരിച്ചിരിക്കുന്നത്.
അപ്പോൾ അവിടുന്ന് തന്നെയുള്ള ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും വീണ്ടും അശാസ്ത്രീയമായ രീതിയിൽ ശബരിമലയുടെ എല്ലാ പവിത്രതയും നശിപ്പിക്കാനും ഉള്ള ചില പദ്ധതികളായിരിക്കും ഇവരെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇപ്പം റോപ്പ് വേയുടെ കാര്യം പറയുന്നുണ്ട്, ശബരിമലയുടെ മുകളിൽ ഹെലിപാഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇതുപോലെ പല പല പദ്ധതികൾ ഇപ്പം നമുക്കുണ്ട്. നമ്മുടെ ഒരു സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഒരു ട്രാക്ടറിൽ കയറി പോയതിൻ്റെ പേരിൽ ഹൈക്കോടതി കേസെടുത്തിരിക്കുന്നത്. ട്രാക്ടർ സാധനം കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഭക്തർക്ക് വേണമെങ്കിൽ നടന്നു പോകാം, ഇല്ലെങ്കിൽ നിവൃത്തിയില്ലാത്തവർക്ക് വേണമെങ്കിൽ ഡോളിയിൽ പോകാം. ഡോളിൽ തന്നെ പോകാൻ ഒരാൾക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യവും ശബരിമലവും ദർശനം നടത്തണം, എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല, നടന്നു പോകാൻ പറ്റില്ല, അങ്ങനെയുള്ളവരെയാണ് ഡോളി കൊണ്ടുപോകേണ്ടത്. പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താ? പലപ്പോഴും നമ്മൾ കാണുന്ന ഈ പുറത്തുനിന്ന് വരുന്ന പണച്ചാക്കുകൾ ഡോളി കയറിയിട്ട് 4 പേര് ചോക്കുന്നു, ഇയാൾ മൊബൈലൊക്കെ പിടിച്ച് വലിയ ഹാപ്പി ആയിട്ട് ഇതുപോലെ പോകുന്ന ഒരു ലക്ഷ ട്രിപ്പ് പോകുന്ന പോലെയാണ് പലരും ശബരിമലയിൽ പോകുന്നത്. അതിനുള്ള അല്ല ഡോളി. ജീവിതത്തിൽ ആദ്യം ഒരിക്കലെങ്കിലും എനിക്ക് അയ്യപ്പസ്വാമി ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആരോഗ്യപരമായ പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകാനാണ്. അപ്പോൾ അതുപോലെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നാളെ പല രീതിയിലും ഡെവലപ്മെൻറ്റ്സ് കാണിച്ച് പൈസ പിണറായി സർക്കാരിൻ്റെ പോക്കറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഗൂഢതന്ത്രം മാത്രമാണ് ഈ അയ്യപ്പ സംഘം. അതിനുള്ള തീരുമാനമൊന്നും ഇതുവരെയായിട്ടില്ല. നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആഗോളതലത്തിലൊരു വിഷയം ആയതുകൊണ്ട് നമ്മുടെ മറ്റ് സംഘടനകളൊക്കെ ആലോചിച്ചായിരിക്കും തീരുമാനം ഉണ്ടാവുക. അപ്പോൾ എത്തരത്തിലാണ് തീരുമാനമെന്ന് നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. പക്ഷേ ഒരു കാര്യം പറയാം, യഥാർത്ഥ അയ്യപ്പ ഭക്തസംഗമം താമസിയാതെ കേരളത്തിലുണ്ടാവും. അതായിരിക്കും യഥാർത്ഥ ഭക്തസംഗമം. അതിനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. സമാന്തരമല്ല, ഉണ്ടാവും. ഭക്തർ ആദ്യം ഇവരെ കഴിയട്ടെ. ഇവിടെ എത്ര ഭക്തർ വരുമെന്നറിയാം. സത്യം പറഞ്ഞാൽ നേരത്തെ കുമാർജി പറഞ്ഞതുപോലെ ഭക്തരാരും അവിടെ പങ്കെടുക്കാൻ പോകുന്നില്ല. പിന്നെ ചില ആൾക്കാരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ചെലുത്തി ചിലപ്പോൾ കൊണ്ടുപോയിക്കൂടായികയില്ല. കാര്യം പല രീതിയിലും സമ്മർദ്ദം ചെലുത്താണ് അവർക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത്, പങ്കെടുക്കുന്നത് മനസ്സിലാക്കേണ്ടത് അവർക്ക് ലഭിക്കാൻ പോകുന്ന അയ്യപ്പൻ്റെ അനുഗ്രഹമല്ല, അയ്യപ്പൻ്റെ കോപമാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. എവിടെയാണ് ഈ യുവതി പ്രവേശനം കഴിഞ്ഞപ്പം കേരളം അങ്ങോട്ട് അശാന്തിയാണ്. കാരണം കേരള സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഈ കലിയുഗത്തിലുണ്ടായിട്ടുള്ള ഒരേ ഒരു ഈശ്വര അവതാരമാണ് അയ്യപ്പൻ. മാത്രമല്ല കേരളത്തിൽ ജനിച്ച, കേരളത്തിൻ്റെ മണ്ണിൽ വളർന്ന അയ്യപ്പൻ, യഥാർത്ഥ ധർമ്മശാസ്താവിൻ്റെ അവതാരമായ അയ്യപ്പൻ, ആ അയ്യപ്പനെ തൊട്ട് കളിച്ചപ്പോഴെല്ലാം എല്ലാവർക്കും പ്രശ്നമുണ്ടായിട്ടുണ്ട്. അത് ഇനിയും വീണ്ടും അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ അതിൻ്റെ തിരിച്ചടി കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് ലഭിക്കും, അദ്ദേഹത്തിൻ്റെ സർക്കാരിന് ലഭിക്കും എന്ന് തന്നെയാണ് അയ്യപ്പ നാമത്തെ ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ശബരിമലയിൽ എത്തുന്ന ഭക്തരെ ഏതെല്ലാം രീതിയിൽ വിഷമിപ്പിക്കാം, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം എന്നുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ നിലയ്ക്കിൽ നിന്നും സർക്കാർ, അത് കേന്ദ്ര സർക്കാർ ഇഷ്ടംപോലെ സ്ഥലം കൊടുത്തിട്ടുണ്ട് അവിടെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ. ഒരു കാലത്ത് പ്രളയം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇന്നും അവിടെ വണ്ടികൾ വിടാതെ, അതായത് KSRTCയുടെ കീശ നിറയ്ക്കാൻ വേണ്ടി പാവപ്പെട്ട ഭക്തരെ കൊള്ളയടിക്കുകയല്ലേ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുത്തി നിറച്ച് കൊള്ള പൈസ വാങ്ങിച്ച് ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നു. അതുപോലെ ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഞാൻ ശബരിമലയിൽ മുകളിൽ ഭക്തരായ ആൾക്കാർ സ്പോൺസർ ചെയ്തതാണ് അവിടുത്തെ ഗസ്റ്റ് ഹൗസുകളെല്ലാം. ദേവസ്വം ബോർഡ് കിട്ടിയതൊന്നുമല്ല, ശബരി ഉൾപ്പെടെ അവിടെ പല ആൾക്കാരും പല കാലത്തും പൈസ കൊടുത്ത് കെട്ടിച്ചതാണ്. കൊള്ള പൈസയല്ലേ അവിടെ നിന്ന് വാങ്ങിക്കുന്നത്. ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും 24 hours. അവിടെ 6 മണിക്കൂറും 8 മണിക്കൂറും കൊടുത്തിട്ട് 2000 3000 രൂപ വെച്ച് പാവപ്പെട്ട അയ്യപ്പൻ്റെ കയ്യിൽ നിന്ന് കൊള്ളയടിക്കുകയാണ്. മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരംഭിച്ചതാണ് അന്നദാനം. ഇവിടുത്തെ എല്ലാ സംഘടനകളും, വിശ്വ ഹിന്ദു പരിഷത്തായാലും അയ്യപ്പ സേവാ സമാജമായാലും അയ്യപ്പ സേവാ സംഘമായാലും എല്ലാവരും അന്നദാനം നടത്തിക്കൊണ്ടിരുന്നതാണ്. അതെല്ലാം സ്റ്റോപ്പ് ചെയ്യിച്ചിട്ട് എല്ലാം ഞങ്ങൾ ചെയ്തോളാം, ദേവസ്വം ബോർഡ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഏറ്റിട്ട് അവിടെ ചെയ്യുന്നത് എന്താ? പുഴുത്ത ഉപ്പുമാവ് കൊടുക്കുന്നു. അയ്യപ്പന്മാരെടുത്ത് ദൂരെ കളയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വായി വയ്ക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കോടിക്കണക്കിന് രൂപ പൈസ വാങ്ങിച്ചുകൊണ്ട് ഈ പല ആൾക്കാർക്കും അവിടെ ഹോട്ടൽ നടത്താൻ ലേലം കൊടുക്കുന്നു. അവർ ചെയ്യുന്നതോ ഏറ്റവും മോശമായ ഭക്ഷണമാണ് അവിടെ വരുന്ന പാവ അയ്യപ്പന്മാർക്ക് കൊടുക്കുന്നത്. ഇവിടെ 40 ദിവസം കഠിനബദ്ധം അനുഷ്ഠിച്ച് വ്രതശുദ്ധിയോടെ വരുന്ന ആൾക്കാർക്ക് അവിടെ കൊടുക്കുന്ന ഭക്ഷണം അത് താഴെ മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പം ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ
പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം. ഞാൻ ചോദിക്കട്ടെ, അവിടെ വരുന്ന അയ്യപ്പ ഭക്തർ അവർ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന സാധനമുണ്ട്, അവിടുത്തെ അരവണയും അപ്പവും. ഭഗവാൻ അയ്യപ്പൻ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത സാധനമാണ് പാവപ്പെട്ട അയ്യപ്പ ഭക്തരെ തലയിൽ കെട്ടിവെക്കുന്നത്. 18ാം പടിക്ക് മുകളിൽ പോലും കയറാത്ത വെറും ഒരു ഫാക്ടറി ഉൽപ്പന്നത്തെയാണ് ഇവർ പ്രസാദം എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ എല്ലാ രീതിയിലും ഭക്തരെ പറ്റിക്കുക, ഭക്തരെ കൊള്ളയടിക്കുക, ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, ഇത് മാത്രമാണ് സർക്കാരും ദേവസ്വം ബോർഡും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ആ പവിത്രമായ ഭാരതകേസരി മന്നത്ത് പത്മനാഭനാണ് അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. അവിടെ ആരംഭിച്ച ഇന്ന് സർക്കാരിൻ്റെ ഏറാൻ മൂളികളെ മാത്രം പ്രസിഡന്റാക്കി വെച്ച് മെമ്പർമാരാക്കി വെച്ചുകൊണ്ട് സർക്കാർ ഭരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും തടയപ്പെടേണ്ടത് തന്നെയാണ്. ഭക്തജനങ്ങൾ, ഓരോ സംഘടനകളല്ല, ഭക്തജനങ്ങൾ ഓരോരുത്തരും ചോദ്യം ചെയ്യണം. ഇപ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രി നേരത്തെ വർമാജി പറഞ്ഞതുപോലെ കഴിഞ്ഞ ദേവസ്വം ബോർഡ് മന്ത്രിയാണ് സാനിറ്റൈസർ പോലെ ആ പുണ്യ പരിപാവനമായ തീർത്ഥം വാങ്ങിച്ച് കൈ കഴുകിയത്. ഇത്തവണത്തെ ദേവസ്വം ബോർഡ് മന്ത്രി ചെയ്തെന്താ? അവിടുത്തെ പരിപാവനമായ മകരവിളക്ക് സമയത്ത് ഗുസ്തി കാണാൻ നിൽക്കുന്ന പോലെ കയ്യും കെട്ടി നിൽക്കുന്നതാണ് ചെയ്തത്. ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ യഥാർത്ഥ പറഞ്ഞാൽ യഥാർത്ഥ ഭക്തനാണെങ്കിൽ കഴുത്തിന് പിടിച്ച് പുറത്ത് കളയണം. മന്ത്രിയായാലും കൊള്ളാം, ഗന്ത്രിയായാലും കൊള്ളാം. അതാണ് ഭക്തർ ചെയ്യേണ്ടത്. ആ ഒരു അവസ്ഥയിലേക്ക് ഇവർ കൊണ്ടുപോകുന്നതിനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സ്വാമി ശരണം.